സോ ഹായ് ഹലോ എവരിവൺ, ഗുഡ് മോർണിംഗ്. ആൻഡ് ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സോ ഞാൻ സി ടോക്സിൽ നിന്നും നിങ്ങളുടെ സ്വന്തം RJ ദേവൻ. സോ സി ടോക്സ് എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ് ആയിട്ടുള്ള കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം CETയുടെ ഒഫീഷ്യൽ റേഡിയോ ക്ലബ്ബാണ്. അപ്പം സി ടോക്സ് അതിൻ്റെ 10ാമത്തെ വർഷത്തിലോട്ട് ഇപ്പോൾ കിടക്കുകയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി സി ടോക്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരുപാട് പേർ ഇന്ന് കേരളത്തിലെ മികച്ച റേഡിയോസിലൊക്കെ RJs ആയിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സി ടോക്സ് നടത്തി വരുന്ന ഞങ്ങളുടെ ഫ്ലാഗ്ഷിപ്പ് ഇവന്റ് ആണ് ഗെറ്റ് സെറ്റ് റേഡിയോ അഥവാ GSR എന്ന് പറയുന്നത്. സോ ദിസ് ഇയർ ഓൾസോ വി വർ ഏബിൾ ടു പുൾ ഓഫ് ദിസ് ഇവന്റ് ഇൻ ദ ബെസ്റ്റ് പോസിബിൾ വേ. സോ അതിനായി ഞങ്ങളെ സഹായിച്ച കുറച്ച് പേരെയൊക്കെ ഐ വുഡ് ലൈക്ക് ടു മെൻഷൻ അറ്റ് ദിസ് പോയിന്റ്. സോ ദിസ് ഇയർ സി ടോക്സ് വാസ് ഹോസ്റ്റഡ് this year GSR was hosted by C Talks in association with റേഡിയോ മിർച്ചി. അതെ, റേഡിയോ മിർച്ചി ആയിരുന്നു നമ്മുടെ ഈ വർഷത്തെ GSRന്റെ ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ എന്ന് പറയുന്നത്. ആൻഡ് ദ ടൈറ്റിൽ സ്പോൺസർ വാസ് ദത്സി സ്കൂൾ ഫോർ സ്റ്റോറി ടെല്ലേഴ്സ് ആൻഡ് ദ അസോസിയേറ്റ് സ്പോൺസർ വാസ് ഇൻഫിനിറ്റി. സോ ദാറ്റ് വാസ് പ്രിറ്റി മച്ച് അബൌട്ട് സി ടോക്സ് ആൻഡ് GSR. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടിയിലോട്ട് കിടക്കാം. സോ ഇന്ന് നമ്മളോടൊപ്പം രണ്ട് സ്പെഷ്യൽ വ്യക്തികളാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. സോ അവരെ പരിചയപ്പെടുത്താനും അവരാരാണെന്ന് പറയാനും ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിലോട്ട് അവരെ ക്ഷണിക്കാനുമായിട്ട് ലെറ്റ് മീ ഇൻവൈറ്റ് മൈ കൊളീഗ് അർച്ചന. സോ ഓവർ ടു യു അർച്ചന. താങ്ക് യു സോ മച്ച്. Hi, hello. This is me, Archana from Z Talks. Today we have with us some അടിപൊളി പേഴ്സണാലിറ്റീസ്. ഓരോ സിനിമകളും ഓരോ അനുഭവങ്ങളാണ്. വായിക്കുന്ന പുസ്തകങ്ങൾക്കും കാണുന്ന സിനിമകൾക്കും ഒരു മനുഷ്യനെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് പറയുന്നത് വെറുതെ അല്ല. ബിക്കോസ് ഓരോ മലയാളികൾക്കും അനീതികൾക്ക് നേരെ ശബ്ദമുയർത്താൻ ധൈര്യം നിന്ന സിനിമകളാണ് ക്യൂൻ, പിന്നെ ദ എപ്പിക് ജനഗണമന. We have with us the man behind these epic movies. Let me please invite the film director, musician, the very famous Dijo Anthony to this wonderful morning. Hi, sir. Hello. Welcome to this session. Hi. Thank you. GSR, Get Set Radio. ഗെറ്റ് സെറ്റ് റേഡിയോനെ പറ്റി പറയുമ്പോൾ അറിയാത്ത ഒരു സംസാര പ്രേമികളും കാണില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഓൾ കേരള RJ Hunt. Very exciting thing about this RJ Hunt is winner get a golden opportunity to have an interaction with a celebrity. The celebrity with us is Dijo Anthony. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി കിട്ടിയ വിന്നർ ആരാണെന്ന് അറിയണ്ടേ? An iron lady who earned this opportunity with her talent and creative speaking. Yes, here we have the title winner of GSR 2024, co-presented by C Talks. വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന കോട്ടയംകാരി മിസ് പൂജ ദിലീപ്. Let me please invite Pooja to the session. Thank you so much. Hi, hello everyone. Okay, hi Pooja. Hi sir. We all set for a live interaction. This is a rare chance to catch Dijo live. So Pooja, it's your turn. Shoot your question. All the best. Yeah. Before starting, I would like to take a moment to thank you GSR and CE Talks and Dijo sir also. So let's dive in. Hello everyone, welcome. And today we have someone very special here who just didn't entertain us with his movies, but also ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങളും ഒരുപാട് ഇമോഷനും ഒരു സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ മനസ്സിൽ കൊണ്ടുപോകാൻ ഒരു ഇമ്പാക്റ്റ് ഒക്കെ തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. So I welcome the very talented Dijo Anthony. Once again, welcome sir. Thank you Pooja. Yes, so we are very so happy to have you here. ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഞാനും എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നത്. സോ ഫൈനൽ ഇയർ ആണ്. സോ ഐ ജസ്റ്റ് വാണ്ട് ടു നോ ഹൗ വാസ് ദാറ്റ് ജേർണി ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്ന് ഈ ഒരു കരിയറിലേക്ക്? വാട്ട് വാസ് ദാറ്റ് ഇൻസ്പിറേഷൻ? ആ ഒരു ടേണിംഗ് പോയിന്റ് എന്തായിരുന്നു ആ ഒരു കാലഘട്ടത്തിലെ? ആ മെമ്മറീസ് ഒക്കെ ഷെയർ ചെയ്യാമോ? അതെ, എഞ്ചിനീയറിംഗ് കോളേജ് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. എനിക്ക് തോന്നുന്നു ഞാൻ പഠിച്ചത് ഫിസാറ്റിലാണ്. ഫിസാറ്റ് ഫെഡറൽ ബാങ്കിന്റെ കോളേജ്, ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അപ്പൊ CET എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ വന്നിട്ടുണ്ട്. ക്വീന്റെ റിലീസിനോട് അനുബന്ധിച്ച് CET ട്രിവാൻഡ്രത്തിലോ എന്തോ എനിക്കറിയില്ല വന്നായിട്ട്. രാഗമൊക്കെ അവിടെ അല്ലേ? അല്ല, അത് NIT ആണെന്ന് തോന്നുന്നു അല്ലേ? NIT സംതിങ്. അപ്പൊ നമുക്ക് നമ്മളുടെ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് കൊതിച്ച കോളേജുകളാണ്. പിന്നെ എന്തുകൊണ്ടോ നമ്മുടെ പഠനശൈലി കൊണ്ടായിരിക്കാം നമ്മൾ എത്തിപ്പെട്ടത് ഫിസാറ്റിലാണ്. സ്റ്റിൽ ഞാൻ ഫിസാറ്റിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. 4 years ഓഫ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. പൂജ ഏതായിരുന്നു? ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഞാൻ അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസ് ആണ്. ഓ, ഓക്കെ. നൈസ്.
അപ്പൊ Okay. കോളേജിൽ ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആയതുകൊണ്ട് തന്നെ സീരിയസ്ലി സ്പീക്കിംഗ് എനിക്ക് ഇപ്പോഴും ഒരു ഫ്യൂസ് കിട്ടാനൊന്നും അറിയില്ല. എന്താണ് ഇലക്ട്രിക്കൽ Yeah. എഞ്ചിനീയറിംഗ് 4 വർഷം പഠിച്ചു. പക്ഷെ എനിക്ക് തോന്നുന്നു 2-3 സപ്ലൈ ഒക്കെ ഉണ്ടായിരുന്നു. മെഷീൻ ഡ്രോയിങ്ങും അങ്ങനത്തെ കുറെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം എഴുതിയെടുത്തു, വരച്ചെടുത്തു. Mm. അങ്ങനെ 4 വർഷം കഴിഞ്ഞു. പക്ഷെ എനിക്ക് കമ്പ്യൂട്ടർ ആയിരുന്നു എന്റെ മെയിൻ പാഷൻ. സോഫ്റ്റ്വെയർ ആയിരുന്നു. അപ്പൊ നമുക്ക് അതിൽ സീറ്റ് എനിക്കും കിട്ടാതെ വന്നു. അങ്ങനെയാണ്. ആണോ? ഓ, എന്നിട്ടാണ് അതെ. ഇലക്ട്രോണിക്സ് എടുത്തത്. ഓ, അടിപൊളി. അത് എല്ലാവരും പക്ഷെ പിന്നെ ഇതൊരു കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ വിറ്റിയതാണ്. ഞാൻ സ്കൂളിങ് കഴിഞ്ഞ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച് ജോലി ചെയ്തത് സോഫ്റ്റ്വെയർ ഫീൽഡിൽ ആൻഡ് ദെൻ ഫൈനലി സിനിമ, ഇപ്പൊ ജീവിക്കുന്നത് സിനിമയിലും. അപ്പൊ അതെ. അതുകൊണ്ട് ഇത് തമ്മിലൊന്നും ഒരു That കോറിലേഷൻ is ഉള്ളതായിട്ട് like എനിക്ക് a തോന്നുന്നു. yeah, but that's a great inspiration. Like ഇതുപോലെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എഞ്ചിനീയറിംഗോ പല കോഴ്സുകളായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ ഉള്ളവർക്കൊക്കെ സർ ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആണ്. ലൈക് പ്രൂവൺ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. ആൻഡ് ക്യൂ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫിലിം, ആ ഒരു ഫസ്റ്റ് ഫിലിം ഷൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ന്യൂ ഫേസസിനെ കൊണ്ടുവന്നു. ഇത്രയും പുതിയ മുഖങ്ങളെ വെച്ചിട്ട് ആദ്യത്തെ ഒരു സിനിമ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് വെരി ഈസി ടാസ്ക്. സോ ആ ഒരു കാര്യത്തിലേക്ക് എങ്ങനെയാണ് വന്നത്? അതിന്റെ ഒരു മോട്ടിവേഷൻ എന്തായിരുന്നു? അതിന്റെ മോട്ടിവേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ വൺ ലൈൻ ആണ്. വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അതായത് ഡു ഓർ ഡൈ ആയിരുന്നു കാര്യം. ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച് ഈ പറഞ്ഞതുപോലെ എന്താ സോഫ്റ്റ്വെയർ ഫീൽഡ്, ഐ മീൻ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിട്ട് 6 years വർക്ക് ചെയ്തിട്ട് എന്നിട്ട് പിന്നെ സിനിമയിലേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ ഇപ്പൊ കുറെ കൂടെ ഈസി ആയി. എനിക്കൊന്ന് 2018 ബാക്ക് ദെൻ 2017 ക്വീൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അന്ന് Yeah. ദാറ്റ് വാസ് ഭയങ്കര പാടായിരുന്നു. അപ്പൊ അന്ന് ഞാൻ കുറെ ആർട്ടിസ്റ്റുകളൊക്കെ ട്രൈ ചെയ്തതാണ്. അപ്പൊ അന്നൊന്നും നമ്മളൊക്കെ ഒരു അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പൊ ഈതർ ഞാനപ്പോ അന്നും കുറെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തു. പക്ഷെ സ്റ്റിൽ ഇത് എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ക്ലാരിറ്റി ഇല്ലാതെ വന്നപ്പോ എന്റെ ഫസ്റ്റ് ഫിലിം ഐ വാണ്ടഡ് ടു ബി വിത്ത് എ സ്റ്റാർ. സോ അത് പോസിബിൾ എല്ലാരും അല്ല. ആലോചിക്കുന്ന പോലെ. എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ. സോ അതെ. ഐ വാണ്ടഡ് ഇറ്റ് ടു ബി വിത്ത് എ സ്റ്റാർ, സൂപ്പർ സ്റ്റാർ. ബട്ട് ദെൻ ദ പ്രോബ്ലം വാസ് ലൈക്ക് അത് ഇമ്പോസിബിൾ ആണെന്ന് നമ്മളൊരു പോയിന്റിൽ തിരിച്ചറിയും. അപ്പൊ നമ്മള് തീരുമാനിച്ചു, ഓക്കെ ദെൻ വൈ നോട്ട്, ഐ മീൻ വാട്ട് ഇഫ് ലൈക്ക് വി ക്യാൻ ക്രിയേറ്റ് സം സ്റ്റാർസ്. Yes, and it അങ്ങനെ happened. ഫൈനലി that's what. Yeah. അത് കഴിഞ്ഞിട്ട് ഇത് ക്യൂൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതും ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ആയിരുന്നു. അപ്പൊ ഷൂട്ടിംഗ് കാലയളവിൽ എന്തെങ്കിലും എഞ്ചിനീയറിംഗിൽ സാറിന് ഉണ്ടായ എന്തെങ്കിലും മൊമെന്റ്സ്, അതുമായിട്ട് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും മെമ്മറീസ് ക്യൂൻ ഷൂട്ടിംഗിൽ ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് ഒരുപാട് യങ്സ്റ്റേഴ്സിന്റെ കൂടെ ആ ഒരു സംഭവം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടീമിൽ അവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ. ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ക്വീൻ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്ത് മെക്കാനിക്കൽ Yes. എഞ്ചിനീയറിന് അതില് ഒരു വീൽ ചെയർ പൊങ്ങി വരുന്ന ഒരു സീക്വൻസ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ സിനിമ അന്ന് പുതിയ പ്രൊഡ്യൂസേഴ്സ് ആണ്, പുതിയ ഡയറക്ടറാണ്, അതെ. പുതിയ DOP ആണ്, എല്ലാരും പുതിയ ആൾക്കാർ. അപ്പൊ നമുക്ക് ഇത് ചെയ്യാൻ ഒരു വലിയൊരു ആർട്ട് ഡയറക്ടർ സൈഡിൽ നിന്നൊന്നും നമുക്ക് അങ്ങനത്തെ ഒരു ഒരു ഹെൽപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല. ബേസിക്കലി ഫണ്ട് ഉണ്ടായിരുന്നില്ല, ഫിനാൻഷ്യലി പോലും നമ്മൾ വയബിൾ. അപ്പൊ നമ്മളെ ഹെൽപ്പ് ചെയ്ത് GC, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിലെ ഒരു ഗ്രൂപ്പാണ്. അവര് അന്ന് ഫൈനൽ ഇയർ ആണോ തേർഡ് ഇയർ ആണോ എന്ന് അറിയില്ല. അവരാണ് എനിക്ക് ആക്ച്വലി വീൽ ചെയറിന്റെ ആ മെക്കാനിസം സെറ്റ് ആക്കി തന്നത്. അപ്പൊ അത് എനിക്ക് കാര്യം ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ ഷൂട്ടിന്റെ സമയത്ത് ഈ സീക്വൻസ് ഉണ്ട്, പക്ഷെ ഇത് എങ്ങനെ ചെയ്യുന്ന ഒരു ധാരണയില്ലാതിരിക്കുമ്പോ അവിടെ പോകുന്ന വഴിക്ക് അവരുടെ നോട്ടീസ് ബോർഡ് ഉണ്ട്. നോട്ടീസ് ബോർഡിൽ ഇങ്ങനെ അതായത് ഇങ്ങനെ എഴുന്നേൽപ്പിച്ച് നിൽക്കില്ലേ, ഇപ്പൊ അത് കുറച്ചും കൂടെ ഫ്രീക്വന്റ് ആയിട്ട് കാണുന്നുണ്ട്. അതായത് കാല് പാടില്ലാത്തവരെ വീൽ ചെയർ പൊങ്ങി നമുക്കൊരു സ്റ്റാൻഡിങ് പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യിച്ച് സംതിങ് എന്തോ കോളേജ് തന്നെ അവർക്കൊരു മൊമെന്റോയോ സംതിങ് കൊടുക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ വെച്ച് പത്ര ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു നോട്ടീസ് ബോർഡ്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഇവരെ ഒന്ന് കാണടാ, ഇവരെ കിട്ടിക്കഴിഞ്ഞാൽ ഗുണം ഉണ്ടാവുമല്ലോ. അങ്ങനെയാണ് അവരെ കണ്ട്. സ്റ്റിൽ ഡോൺ എന്ന് പറഞ്ഞൊരു പയ്യനായിരുന്നു. ഇപ്പൊ അവൻ സ്വന്തമായിട്ട് ഒരു ഓൺട്രപ്രണർ ആണ്. ഈസ് ഓൺ ടു ദിസ് മെക്കാനിക്കൽ സംതിങ് പല പല സെക്ഷനിൽ. സോ അവര് തന്നെയാണ് ഡോൺ ആൻഡ് ഹിസ് ടീം. അവരാണ്, ഡോൺ ഉണ്ടായിരുന്നു, വേറെ ഒരുത്തനും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടെയാണ് ഇപ്പോഴും കമ്പനി ഫോർമുലേറ്റ് ചെയ്ത് ആൻഡ് ദേ ആർ ഡൂയിങ് പ്രിറ്റി ഗുഡ്. ലാസ്റ്റ് ഇയർ കൂടെ എന്റെ അടുത്ത് വിളിച്ച് സംസാരിച്ചായിരുന്നു. സോ ഇതൊരു വലിയൊരു കോളേജിൽ നിന്ന് തന്നെ നമുക്ക് അങ്ങനെ ഒരു ഹെൽപ്പ് കിട്ടുക, അതും GCയിലെ പിള്ളേരിലെ ഒരു സെക്ഷൻ ഓഫ് ടീം നമ്മൾ അത്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് അതൊരു ഭയങ്കര ഒരു നമ്മളുടെ തന്നെ എഞ്ചിനീയറിംഗ്. ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, പക്ഷെ ജോലി ചെയ്തത് സോഫ്റ്റ്വെയർ ആണ്. എനിക്ക് ഒന്നും അറിയില്ല, എന്നിട്ട് സിനിമ ചെയ്യുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ. അപ്പൊ അതിങ്ങനെ കുറെ രീതിയിൽ, അതായത് പറഞ്ഞത് എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞാൽ ലിറ്ററലി സ്റ്റുഡൻസ് ഇവരെല്ലാരും വൺ ആണല്ലോ. സോ
ആ അതെ. വൺനെസ് ആണ് സിനിമേനെയും കണക്ട് ചെയ്തത്. യെസ്. ഓൺ സ്ക്രീൻ കുറെ പുതിയ മുഖങ്ങളെ കൊണ്ടുവന്നതുപോലെ തന്നെ ബിഹൈൻഡ് ദ സീനും ഒരുപാട് പേർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി നൽകിയ ഒരു സിനിമയാണ് ക്യൂൻ. അതെ അതെ ഓക്കെ. definitely. ക്യൂൻ കഴിഞ്ഞിട്ട് പിന്നെ ജനഗണമന ചെയ്യുമ്പോൾ എസ്റ്റർഡേ ഐ വാസ് ജസ്റ്റ് ടെല്ലിംഗ് മൈ ഫ്രണ്ട്സ് എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി ആൻഡ് മൈ ഗസ്റ്റ് ഇസ് ഡിജോ ജോസ് ആന്റണി ആൻഡ് എല്ലാരും ഒരുമിച്ച് പറഞ്ഞ ഒരു സിനിമയുടെ പേര് എന്ന് പറയുന്നത് ജനഗണമനയാണ്. ആൻഡ് ദേ ഓൾ വെയർ ക്യൂരിയസ് ലൈക്ക് ക്യൂൻ എന്ന് പറയുന്ന ഒരു സംഭവം കഴിഞ്ഞിട്ട് ആ ഒരു സിനിമ എഞ്ചിനീയറിംഗ് അങ്ങനെയുള്ള ഒരു സംഭവം കഴിഞ്ഞിട്ട് എങ്ങനെയാണ് പെട്ടെന്ന് ഈ ഒരു തീമിലേക്ക് ഷിഫ്റ്റ് ആയത്? അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നോ ഇനി ചെയ്യുമ്പോൾ ഈ ഒരു തീമിൽ ചെയ്യണം, കോർട്ട് റൂം വേണം, അങ്ങനത്തെ ഇമ്പാക്ട് കൊണ്ടിരുന്ന ഒരു മൂവി വേണം, അതോ ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ് ലൈക്ക് ദാറ്റ് അങ്ങനെയായിരുന്നു? അതിന്റെ ഒരു ബിഹൈൻഡ് ദ സ്റ്റോറി എന്താണ്? ആക്ച്വലി ഞാൻ ഫസ്റ്റ് ഫിലിമിൽ കോർട്ട് ഡ്രാമ വന്നതിന് ശേഷം രണ്ടാമത്തെ പടം ഒരിക്കലും കോർട്ട് ചെയ്യില്ല എന്ന് തീരുമാനിച്ച ആളാ. പക്ഷെ ഉം. നമ്മള് എന്റെ രണ്ടാമത്തെ സിനിമ ഇതായിരുന്നില്ല. ആക്ച്വലി ഞാൻ ചെയ്യുന്ന ടൊവിനോടെ കൂടെ ഒരു സിനിമ ചെയ്യുന്നുണ്ട്, ആ പള്ളിച്ചട്ടൻ ചെയ്യുന്നുണ്ട്. അപ്പൊ കേട്ടു. അത് യാ. അത് 2019 അനൗൺസ് ചെയ്തതാണ്. അപ്പൊ കോവിഡ് ഓക്കെ. വന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നപ്പോ സിനിമകളുടെ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും സിനിമയുടെ അവരുടെ ഡേറ്റ്സ് അത് അവർ പ്ലാൻ ചെയ്യുന്നത് പോലെ അല്ലല്ലോ. കോവിഡ് ഇസ് സംതിങ് ദാറ്റ് കെയിം അപ്പ് ലൈക്ക് നമ്മുടെ ലൈഫിന്റെ അതെ പ്ലാനിനെ മാറ്റി കളഞ്ഞല്ലോ. അതെ അതെ അപ്പൊ കംപ്ലീറ്റ്ലി ചേഞ്ച് അൺപ്ലാൻഡ് ചെയ്തു. എക്സാക്ട്ലി അപ്പൊ അൺപ്ലാൻഡ് തിങ്സ് വന്നു തുടങ്ങി. അപ്പോ അതേപോലെ എനിക്ക് തോന്നുന്നു ബൈ ഗോഡ്സ് ഗ്രേസ് ഈ കഥ എന്റെ അടുത്ത് വന്നപ്പോഴത്തേക്ക് ഐ ഫെൽറ്റ് ലൈക്ക് ഓക്കെ ദിസ് ഇസ് ഇപ്പൊ യെസ്. ഞാൻ ചൂസ് ചെയ്യുന്ന എനിക്കെന്താ വെച്ചാൽ ഞാൻ ചെയ്യുന്ന സിനിമകളെല്ലാം ഇപ്പൊ നിങ്ങളൊരു പ്രോജക്റ്റ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ എന്താ പറയാ നമ്മളൊരു പരീക്ഷയ്ക്ക് എഴുതുകയല്ലേ, എക്സാം എഴുതല്ലേ, അതേപോലെ നമ്മളും ഭയങ്കര കാര്യമായിട്ടാണ് ഇപ്പൊ നമ്മുടെ കുഞ്ഞിനെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ ക്വീൻ ഡെഫിനറ്റ്ലി ഫസ്റ്റ് ഫിലിം. സെക്കൻഡ് ഫിലിം ജനഗണമന വന്നപ്പോ ഇത് ആണ് ബെസ്റ്റ് എന്ന് നമുക്കൊരു നറേറ്റീവ് കേൾക്കുമ്പോൾ തോന്നുമല്ലോ. അങ്ങനെ തീരുമാനിച്ച് പിന്നെ ഇതിനൊക്കെ ഒരു ദൈവാനുഗ്രഹവും ഭാഗ്യം എല്ലാം കൂടെ വന്നപ്പോ ദാറ്റ് ബിക്കെയിം, ബിക്കോസ് ആ ടൈമില് പൃഥ്വി കോവിഡ് കാരണം എന്താ പറയാ രാജു ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചിവിടെ വന്നു. ഷൂട്ട് ഓക്കെ. ബ്രേക്ക് ചെയ്ത് ആടുജീവിതത്തിന്റെ ബ്രേക്ക് ചെയ്ത് വരേണ്ടി വന്നു. സോ അപ്പൊ ഞാൻ കോഡ് ഡ്രാമ ചെയ്യാമെന്ന് പറഞ്ഞ് ഒരു ഡിസ്കഷൻ പോയാൽ യു വാസ് ലൈക്ക് ഓക്കെ റെഡി ലെറ്റ്സ് ഡു ഇറ്റ് എന്നൊക്കെ പറഞ്ഞു. സോ എവറിത്തിങ് ഹാപ്പൻഡ് ഔട്ട് ഓഫ് എ സഡൻ. അല്ലാതെ നമ്മളൊന്നും പ്ലാൻ ഓക്കെ. ചെയ്തൊന്നുമല്ല. പക്ഷെ സിനിമകളുടെ കഥ നമ്മൾ തെരഞ്ഞെടുക്കുന്നത് ദാറ്റ് ഇസ് എ പ്ലാൻ. അത് നമുക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള സിനിമകൾ തന്നെയാണ്. അല്ലാതെ അതിപ്പോ നേരത്തെ പറഞ്ഞ പോലെ മോട്ടിവേഷനോ ഇൻസ്പിറേഷനോ ഒന്നും ഞാൻ അങ്ങനെ പറയില്ല. ബട്ട് സ്റ്റിൽ ഇപ്പൊ ഞാൻ എല്ലാ സിനിമകളും കേൾക്കുമ്പോൾ ചിലർ പറയും മെസ്സേജ് കൊടുക്കുന്ന സിനിമ, അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. പ്യുവർ എന്റർടൈൻമെന്റ് തന്നെയാണ് സിനിമ. ബട്ട് സ്റ്റിൽ എനിക്ക് എന്റെ ലൈഫില് ഞാൻ സ്കൂളിലാണോ എഞ്ചിനീയറിംഗ് ആണോ എന്ന് അറിയില്ല, സ്കൂളാണെന്ന് തോന്നുന്നു, ആ സമയത്ത് കണ്ട ഒരു സിനിമ എന്റെ ലൈഫിലൊരു രംഗ് ദേ ബസന്തി ആയിരുന്നു എന്റെ ഫേവറേറ്റ് ഓക്കെ. ഫിലിം. അപ്പൊ അത് ഓക്കെ. കണ്ടപ്പോ ലൈക്ക് ഐ ഗോട്ട് ഇൻസ്പയർഡ് ആൻഡ് ഐ വാണ്ടഡ് ടു ബി എ ഫിലിം മേക്കർ. സോ ദാറ്റ് ഓക്കെ. ഫിലിം അതെന്റെ എല്ലാ ഫിലിംസിന്റെ ഒരു ട്രേറ്റ് ആണോ എന്ന് എനിക്കറിയില്ല. സോ ദാറ്റ് ഈസ് സംതിങ്. കാര്യം എനിക്ക് ഇപ്പൊ ചോദ്യങ്ങൾ ചോദിക്കുക, ഇപ്പൊ നേരത്തെ പൂജ ചോദിച്ച പോലെ ചോദ്യങ്ങൾ ചോദിക്കുക, എന്താ ഒച്ചത്തിൽ ലൗഡ് അനീതിക്ക് ആയിട്ടുള്ള മൂവീസ് ആണ്. അതെ. അല്ല അത് മനഃപൂർവ്വം വന്നതല്ല. മേ ബി എനിക്ക് അങ്ങനെ ചോദിക്കാൻ കഴിയാത്തതുകൊണ്ടായിരിക്കാം എന്റെ സിനിമകളിൽ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. കാര്യം ഞാൻ അങ്ങനത്തെ ഒരാളാണെന്ന് വെച്ചാൽ അനീതി കണ്ടാൽ ചാടിപ്പോയി എതിർക്കാൻ നിൽക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കുറെ കൂടെ ക്യൂട്ട്, എന്താ പറയാ, ചിരിക്കുന്ന സിനിമകളൊക്കെ എൻജോയ് ചെയ്യുന്ന ആളാണ്. പക്ഷെ മേ ബി അങ്ങനത്തെ സിനിമ ചെയ്യാൻ കാരണം മേ ബി ഞാൻ ആസ് എ പേഴ്സൺ എനിക്കത് ആഗ്രഹമുണ്ട്, എന്നാൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാതെ വരുന്നോണ്ടായിരിക്കാം ഞാനത് എന്റെ സിനിമയിലൂടെ പറയാൻ ആഗ്രഹിക്കാം. ഓക്കെ. ഓക്കെ. അത് കഴിഞ്ഞ് മലയാളി ഫ്രം ഇന്ത്യയിലേക്ക് വരുമ്പം ഒരുപാട് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു റിവ്യൂസും ഒപ്പീനിയൻസും ഫീഡ്ബാക്കും ഒക്കെ റിസീവ് ചെയ്തിരുന്നു. സോ ഹൗ ഡു യു ഹാൻഡിൽ ഇറ്റ്? അങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ ഒക്കെ വരുമ്പം എന്താണ് ഒരു റിയാക്ഷൻ? ഹൗ ഡു യു ഹാൻഡിൽ ദാറ്റ് സിറ്റുവേഷൻ? അല്ല എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് ഫിലിം നമ്മുടെ പാഷനാണ്. ഇപ്പൊ ആദ്യമായിട്ട് പൂജ ഒരു ജോലി കിട്ടണം, നമ്മള് ഫൈനൽ ഇയർ അല്ലേ? അതെ. ആ അപ്പൊ ഞാനിപ്പം കറന്റ്ലി ഇന്റേൺഷിപ്പ് ചെയ്യുക. സൂപ്പർ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തേർഡ് ഇയർ ഒക്കെ ആയിരുന്നപ്പോ ഞങ്ങൾക്ക് പ്ലേസ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഫൈനൽ ഇയറും കഴിഞ്ഞ് അതെ. അപ്പൊ നമ്മൾ ആഗ്രഹിക്കും അതെ. എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി എന്ന് പറയും. പക്ഷെ അതെ. ആ ജോലി കിട്ടി ഒരു 2 വർഷം കഴിയുമ്പോ ഞാൻ ചാടിയ വ്യക്തിയാണ്. ഞാൻ ആദ്യം വർക്ക് ചെയ്ത കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനി ചാടിയപ്പോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താ, നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി. അത് അതെ. കഴിഞ്ഞ് ആ ജോലി കിട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ എന്താ പ്രാർത്ഥിക്കുക, നമുക്ക് അടുത്തൊരു നല്ല കമ്പനി കയറണം, നല്ല ശമ്പളം വേണം. ശരിയല്ലേ? അതെന്താ കാര്യം? അത് നമ്മുടെ ലൈഫായി, നമ്മുടെ പ്രൊഫഷനായി. പക്ഷെ ഫസ്റ്റ് ഇസ് ലൈക്ക്
അതെങ്ങനെങ്കിലും ഒന്ന് സംഭവിച്ചാൽ മതി എന്നാണ്. അതേപോലെയാണ് ക്വീൻ. ക്വീൻ എന്ന് പറയുന്ന സിനിമ അതെങ്ങനെങ്കിലും ഒന്ന് ഒരു സിനിമ നടന്നാൽ മതി എന്ന് പറഞ്ഞ് റിസ്ക് എടുത്ത് ഉള്ള ജോലിയും കളഞ്ഞാണ് നമ്മൾ സിനിമ ചെയ്യുന്നത്. അതിന്റെ റിസൾട്ട് ഞാൻ സത്യം പറഞ്ഞ ആഗ്രഹിച്ചത് എന്തും ആയിക്കോട്ടെ, എനിക്കൊരു സിനിമ ചെയ്യണം ലൈഫിൽ. അതിന് എടുക്കാൻ പറ്റുന്ന റിസ്ക്കും ഈ ടൈമാണ്, ലെറ്റ്സ് ഡു ഇറ്റ് എന്ന് പറഞ്ഞ് ചെയ്തതാണ്. അതിന് ദൈവം നമുക്ക് ആൻഡ് ഓൾസോ ദി ഓഡിയൻസ് ഗേവ് എ വെരി വെൽ റിസപ്ഷൻ തന്നു. നമ്മളത് ഭയങ്കരമായിട്ട് ഹ്യൂജ് സക്സസ് ആയിരുന്നു. ഹ്യൂജ് സക്സസ് ആയിരുന്നു. അതിൽ നിന്ന് ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്തു. അതായത് ഇപ്പൊ പറഞ്ഞ ഒരു ജോലി കിട്ടി, ഇനി എന്റെ വഴി അതാണ്. അപ്പൊ ഇനി നമ്മൾ നിരന്തരം സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ചിലപ്പോ ഇപ്പൊ ഞാൻ എന്തിനാ പൂജന്റെ അടുത്ത് പറഞ്ഞാൽ, പൂജയ്ക്ക് പറയാൻ കൂടെ നിങ്ങളിപ്പോ എഞ്ചിനീയറിംഗ് കോളേജിൽ കയറുമ്പോൾ ഇങ്ങനെ തന്നെ പറഞ്ഞു, എങ്ങനെയെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ കിട്ടിയാൽ മതി, നല്ലൊരു കോളേജ്. അപ്പൊ അതേപോലെ ഇപ്പൊ ഒരു ജോലിക്ക് കയറി അവിടെ പ്രഷർ ഉണ്ടാവും, പല പല പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ എന്താ, ലൈഫ് ഹാസ് ടു മൂവ് ഓൺ. അപ്പൊ നിങ്ങൾ അടുത്ത ജോലി കണ്ടെത്തും, അടുത്ത ജോലിയിലേക്ക് പോകും. ഇപ്പൊ എന്താ വെച്ചാൽ ദിസ് ഇസ് പാഷൻ ആയിരുന്നു എന്റെ ആദ്യം. നൗ ഇറ്റ് ഇസ് ലൈക്ക് പാഷൻ ഇസ് മോർ ലൈക്ക് മൈ പ്രൊഫഷൻ. സോ പ്രൊഫഷന്റെ ഭാഗമാണ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ വാട്ട് എവർ ഹാപ്പൻസ്, നമ്മള് സിനിമ ചെയ്തോണ്ടിരിക്കുക. മിക്സഡ് റിവ്യൂസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാഡ് റിവ്യൂസ് ആയിക്കോട്ടെ, നമ്മളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ബേസിക്കലി ഈ ഫീൽഡിലേക്ക് വേറെ ഒരു വലിയ ഡിഫറൻസ് എന്താ വെച്ചാൽ, നമ്മൾ സാധാരണ ഒരു കോമൺ മാൻ ആയിട്ട് ഒരു ജോലി ചെയ്യുന്നതും ഈ ഫീൽഡിൽ എന്താ വെച്ചാൽ, ഇത് നമ്മൾ ആഗ്രഹിച്ചു വന്നാലേ. അപ്പൊ നമുക്ക് ആഗ്രഹമുണ്ട് പ്രേക്ഷകരെ കൊണ്ട് കൈയടിപ്പിക്കണം. അതേപോലെ തന്നെ ചില മൊമെന്റിൽ അത് തെറ്റിപ്പോവും, പ്രേക്ഷകർ ചിലപ്പോ അവിടെ പോവും, പ്രേക്ഷകർ കല്ലെറിയും. നമ്മൾ അതിനു വേണ്ടി റെഡിയാണ്, ബിക്കോസ് നമ്മൾ ആഗ്രഹിച്ചു വന്നാലേ. അതിപ്പം അപ്പൊ ഇത് മിക്സഡ് റിവ്യൂസ് വന്നാ എന്താ പറയാ, മലയാളത്തിൽ പറയല്ലേ പോടാ പുല്ലേ എന്ന് പറയുന്ന പോലെ നമ്മൾ അതങ്ങ് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മിക്സഡ് റിവ്യൂസ് ഒന്നുമല്ല ഇത്. ഒരു സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളൊരു പ്രോജക്റ്റ് ചെയ്യുന്ന പോലെ, എനിക്കറിയില്ല, ഇപ്പൊ ആ വീൽ ചെയർ ചെയ്തതുപോലെ ഒരു ടാസ്ക് ആണ് അത് ചെയ്യാൻ. നിങ്ങൾ എടുക്കുന്ന സ്ട്രഗിള് അത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല, നിങ്ങൾക്ക് മാത്രമേ അറിയൂ. ഇപ്പൊ പൂജ ഇപ്പൊ ഇന്ന് ഈ ഇവന്റിന് വേണ്ടി എത്രമാത്രം ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഇവന്റ് പോട്ടെ, ഓരോന്നിനും എടുക്കുന്ന എഫേർട്ട് ആർക്കറിയും? പൂജയ്ക്കും ദൈവത്തിനും മാത്രം അറിയും, വേറെ ആർക്കും അറിയില്ല. അല്ലേ, ശരിയല്ലേ? അപ്പൊ നമ്മളൊരു സിനിമ ചെയ്യാൻ നമ്മൾ ഇടുന്ന എഫേർട്ട് വെച്ച് നമ്മളൊരു പ്രോഡക്റ്റ് ഭയങ്കര ഹാപ്പി ആയിട്ട് കൊണ്ടുവരികയാണ്. അത് നമ്മൾ ഇപ്പൊ എക്സാം എഴുതിയിട്ട് നമുക്ക് 100 മാർക്സ് കിട്ടിയിട്ടുണ്ട്, 95 കിട്ടിയിട്ടുണ്ട്. ചില സമയത്ത് നമുക്ക് പാസ് മാർക്ക് ആയിരിക്കും, 50 ആയിരിക്കും. എന്ന് കരുതി നമ്മള് അടുത്ത് വീണ്ടും നന്നായിട്ട് പഠിക്കുക, എഴുതുക, ട്രൈ ചെയ്തോണ്ടിരിക്കുക. ആ ഒരു ഇഷ്ടം അതിനോടൊപ്പം നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്തോണ്ടിരിക്കും. എക്സാക്ട്ലി. ഓക്കെ. പിന്നെ റിലീസിന് മുന്നത്തെ ഒരു ദിവസം, വാട്ട് ഈസ് യുവർ ഡേ ഇൻ യുവർ ലൈഫ്? ലൈക്ക് റിലീസിന് മുന്നത്തെ ഒരു ദിവസം ടെൻഷൻ ആണോ? എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്? അതേപോലെ തന്നെ ഈ സിനിമയൊക്കെ സക്സസ് ആയി എന്ന് അറിയുന്ന ഒരു മൊമെന്റില് വാട്ട് ഈസ് യുവർ റിയാക്ഷൻ? ആ ഒരു സക്സസ് സെലിബ്രേഷൻ, ഇത് രണ്ടും എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? എനിക്ക് ആക്ച്വലി എന്താന്ന് വെച്ചാൽ, എന്റെ ഏറ്റവും വലിയ സക്സസ് എന്റെ ഫസ്റ്റ് ഫിലിമിൽ എനിക്ക് കിട്ടി, ക്വീനില്. കാര്യം അതൊട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്റെ പ്ലാൻ എന്തായിരുന്നു വെച്ചാൽ, ക്വീൻ സിനിമ ഇറങ്ങുന്നു, ചിലപ്പോൾ അത് വിജയിക്കില്ലായിരിക്കും, പക്ഷെ വിജയിക്കാൻ വേണ്ടി നമ്മളെല്ലാം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. നമ്മുടെ 10% അല്ലെങ്കിൽ 200% ഇട്ടു, ബാക്കി ദൈവത്തിന്റെ കയ്യിലാണ്. അപ്പൊ അത് അങ്ങനെ ഞാൻ അന്ന് ക്വീൻ കാണാൻ എന്റെ ഫസ്റ്റ് ഫിലിമിന് ഞാൻ ആക്ച്വലി വരുന്നത് തന്നെ സിനിമ റിലീസായതിനു ശേഷമൊക്കെയാണ്. അപ്പൊ എനിക്ക് കാര്യം ഞാനാണ് ഹാർഡ് ഡിസ്കും സിനിമയുടെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നത്. അപ്പൊ അന്ന് ഞാൻ എല്ലാ പണിയെടുക്കുമായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഫിലിമില്. അപ്പൊ എല്ലാം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വന്ന് എനിക്കും ഒന്നും അറിയില്ല, എങ്ങനെയാണ് ആൾക്കാരുണ്ടോ, കാലിയായിരിക്കും എന്ന് വിചാരിച്ച് വന്ന സ്ഥലത്താണ് ഫുൾ തിയേറ്റർ ഹൗസ്ഫുൾ. അവിടെ മാത്രമല്ല പല തിയേറ്റർ, കാര്യം ക്യാമ്പസുകൾ കംപ്ലീറ്റ്ലി നമ്മളെ ഹെൽപ്പ് ചെയ്തു. അപ്പൊ അതിന് താങ്ക്സ് ടു ക്യാമ്പസസ് എല്ലാം, അവരാണ് നമുക്ക് വിജയം തന്നത്. അപ്പൊ ഞാൻ അന്ന് തിയേറ്ററിലേക്ക് വരുമ്പോ ഫുള്ളായിരുന്നു. ആ സിനിമ ഭയങ്കരമായിട്ട് റിസീവ് ചെയ്യുന്നു. അവസാനം ഞാൻ വന്നിറങ്ങുമ്പോ ക്രൗഡ് എന്നെ ഭയങ്കരമായിട്ട് റിസീവ് ചെയ്യുന്നു, എന്നെ എടുത്ത് പൊക്കുന്നു. ഞാൻ എയറിലായിരുന്നു. ഇപ്പൊ എയറിലാന്ന് പറയുന്ന പോലെ ആക്ച്വലി ഞാൻ എയറിലായിരുന്നു അന്നത്തെ. അപ്പൊ അത് എനിക്ക് കിട്ടിയപ്പോ അന്നത്തെ ആ ക്വീൻ, അതായത് നമുക്ക് ഒന്നുമില്ലാതെ നമ്മൾ വരികയല്ലേ, അത് ഡു ഓർ ഡൈ സിറ്റുവേഷൻ അല്ലേ, ആരുടെയും പിൻബലം ഇല്ലാതെ നമ്മൾ വന്ന് നമ്മൾ പ്രൂവ് ചെയ്തൊരു മൊമെന്റ് അല്ലേ. അപ്പൊ അത് നമുക്ക് ആ അപ്രിസിയേഷൻ ലോകം, ഐ മീൻ ആസ് ഇൻ ക്രൗഡ് തരുമ്പോ, അതോടെ ആക്ച്വലി ഞാനൊരു ഈ പറഞ്ഞ പോലെ സക്സസിന്റെ ഏറ്റവും എക്സ്ട്രീം പീക്ക് നമ്മൾ കണ്ടു. അപ്പൊ ആക്ച്വലി ജനഗണമന ഭയങ്കര സക്സസ്ഫുൾ ആയി. അപ്പൊ ഞാനിങ്ങനെ ഓക്കെ, പക്ഷെ എനിക്കെന്തോ
ഓക്കെ. നമ്മൾ ആദ്യം നമ്മൾ അത്രയും വർക്ക് ചെയ്ത് അതിന്റെ ഒരു ഔട്ട്പുട്ട് കണ്ടതിന് ശേഷം പിന്നെ ഇതിലേക്ക് സെയിം വരുമ്പോ തിങ്. ഇപ്പൊ ഫസ്റ്റ് പടം ചെയ്ത് അത് ഭയങ്കരമായിട്ടൊരു ഫെയിലിയർ ആയെന്ന് വിചാരിച്ചു. പിന്നെ നമുക്കൊരു ഫെയിലിയറിന്റെ ഒരു എക്സ്ട്രീം ഒന്നും കിട്ടാനുണ്ടാവില്ല. മനസ്സിലായി? അപ്പൊ നമുക്ക് അതെ. ഫസ്റ്റ് ഫിലിമിൽ എനിക്കത് കിട്ടിയതുകൊണ്ട് നമ്മളത് ഓക്കെ ഇപ്പൊ രണ്ടാമത്തെ പടം സക്സസ് ആയി, ഓക്കെ മൂന്നാമത്തെ പടം മിക്സഡ് ആയി, ആയിക്കോട്ടെ. നമുക്കതൊന്നും നമ്മളെ അങ്ങനെ ഒരു അതെ. അഫക്ട് ചെയ്യുന്നു. നമുക്കത് ഇല്ല. അതാണ് ആ ഫസ്റ്റ് തിങ്. നമ്മളിത് ഏറ്റവും ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പടത്തിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സക്സസ് കിട്ടിയതുകൊണ്ട് പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതിലും കൂടുതൽ സക്സസ് ആണ് ജനഗണമനക്ക് കിട്ടിയത്. ബിക്കോസ് ഇറ്റ് ബിക്കേം എ ബ്ലോക്ക് അതെ. ബസ്റ്റർ. പക്ഷെ ലിറ്ററലി എനിക്ക് ജനഗണമന വാസ് ഓക്കെ. ആണോ ഓക്കെ, ഇഷ്ടപ്പെട്ടല്ലേ, നല്ല. സോ അത് നല്ലതാണ്. ആക്ച്വലി നമുക്ക് ആ ഒരു ഹൈ കിട്ടിക്കഴിയുമ്പോ പിന്നെ ലിറ്ററലി ഇറ്റ് ഇസ് ലൈക്ക് വിൽ ഗോ വിത്ത് ദ ഫ്ലോ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഈച്ച് ആൻഡ് എവറി ഡേ ഇപ്പൊ പൂജ ചോദിച്ച പോലെ തലേ ദിവസം ഓക്കെ സക്സസ് ആയിരിക്കും, ഒബ്വിയസ്ലി ടെൻഷനാണ്, മനുഷ്യനല്ലേ നമ്മള്. അതെ, അതെ. നമുക്ക് എന്തായാലും ടെൻഷൻ ഉണ്ടാവും. ഒരു പരീക്ഷയുടെ റിസൾട്ട് അതെ. വരുന്ന ദിവസം രണ്ട് സമയത്തല്ല നമുക്ക് ഔട്ട്കം ടെൻഷൻ ഉണ്ടാവും. അറിയാനുള്ള ഒരു പരീക്ഷ എഴുതുന്ന സമയം, പിന്നെ പരീക്ഷ എഴുതുന്നതിന് മുന്നത്തെ ദിവസം, പിന്നെ പരീക്ഷയുടെ റിസൾട്ട് വരുന്ന ദിവസം. അതേപോലെ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയം, അത് കഴിഞ്ഞ് സിനിമയുടെ റിലീസിന്റെ സമയം. ഈ രണ്ട് സമയം ഭയങ്കര ടെൻഷനായി. റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഓക്കെ വാട്ട് ഇസ് ഇറ്റ്, പാസ് മാർക്ക് ഓർ ഓക്കെ ഞാൻ ഡിസ്റ്റിങ്ഷൻ, ഓക്കെ ഫെയിലാണോ? 100 അതെ. ഇതാണ്. അത്രേ ഉള്ളൂ. അത് പിന്നെ വലിയ കാര്യമില്ല. അതെനിക്ക് തോന്നുന്നു ഒരു ദിവസത്തെ ഒരു ഷോയിന്റെ കാര്യമുള്ളൂ. ഒരു ഷോ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യണം. ഓക്കെ വാട്ട് നെക്സ്റ്റ്, ഞാൻ എങ്ങനെയാണ് ഇത് പറയാൻ ഭയങ്കര ഈസി ആട്ടോ, പക്ഷെ ഇത് ഗോ ത്രൂ ചെയ്യുമ്പോൾ ഇറ്റ്സ് വെരി പക്ഷെ വെരി ഹാർഡ്. അതെ, ഗോ ത്രൂ ചെയ്യുന്ന ആൾക്ക് മാത്രം മനസ്സിലാവുന്ന അതെ ഒരു കാര്യം. കറക്റ്റ്. ഓക്കെ. സോ താങ്ക് യു ഫോർ ഷെയറിങ് ഓൾ ദിസ് ഇൻഫർമേഷൻ. ഇതിന്റെ ഇടയ്ക്ക് നമുക്കൊരു ചെറിയൊരു റാപ്പിഡ് ഫയർ ചെയ്താലോ? ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ. സോ എ ഫിലിം യു വിഷ് യു ഹാഡ് ഡയറക്റ്റഡ്. സാറിന് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നിയ ആ ഒരു മൂവി കണ്ടു കഴിഞ്ഞപ്പോ. അയ്യോ, അങ്ങനെ സത്യം പറഞ്ഞ ഇപ്പൊ റീസെന്റ് ഞാൻ സിനിമ എൻജോയ് ചെയ്യുന്ന ആളാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ച സിനിമ എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ഇനി അല്ലെങ്കിൽ എന്നെ ഇൻസ്പയർ ചെയ്ത സിനിമ എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. രംഗ് ദേ ബസന്തി. എനിക്കത് ഭയങ്കരമായിട്ട് ഓക്കെ. ഐ മീൻ ഒരിക്കലും എനിക്ക് പറ്റില്ല, ബട്ട് സ്റ്റിൽ അതെനിക്കൊരു അല്ലെങ്കിൽ രംഗ് ദേ ബസന്തി അല്ലെങ്കിൽ കൈപ്പോച്ച് ഇങ്ങനത്തെ കുറെ സിനിമകളുണ്ട്. ദാറ്റ് സംതിങ് ദാറ്റ് ഇൻസ്പയർഡ് മീ ലൈക്ക് എനിത്തിങ്. സോ ഐ എം എ ഗ്രേറ്റ് ഫാൻ ഓഫ് ഓൾ ദീസ് ഫിലിംസ്. മലയാള സിനിമയല്ലേ, അപ്പൊ അങ്ങനെയാണ് മലയാള സിനിമ എടുത്ത ചെമ്മീൻ. അത് ചെയ്യണം നമുക്ക് ആഗ്രഹം ഉണ്ടാവല്ലോ, ശരിയല്ലേ? വടക്കൻ വീരകഥ, ഇതൊക്കെ നമുക്ക് ഭയങ്കര ചെയ്യാൻ ആഗ്രഹമുള്ള സിനിമ. പക്ഷെ അതൊന്നും നമ്മളത് കാണാൻ നമുക്കൊരു ഭാഗ്യം കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷം. ഓക്കെ, വി വിഷ് അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു സിനിമ ഇനി വരട്ടെ. ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യും. ആൻഡ് ആൻ ആക്ടർ യു ഡ്രീം ടു വർക്ക് വിത്ത്. ആ ആളുടെ കൂടെ എന്തായാലും എനിക്കൊരു മൂവി എടുക്കണം, അങ്ങനെ മനസ്സിലൊരു ആഗ്രഹമുള്ള ഒരു വ്യക്തി. അല്ല, എനിക്ക് തോന്നുന്നു അങ്ങനെ ഇപ്പോ സത്യം പറഞ്ഞ നമ്മൾ ഓരോ ആഗ്രഹങ്ങളും നമ്മൾ അച്ചീവ് ചെയ്തോണ്ട് ഇപ്പൊ ഞാൻ ആഡ്സും ചെയ്യുന്ന. സോ ലൈക്ക് എനിക്ക് ഇവരെല്ലാവരുടെയും കൂടെ നമ്മൾ ആഗ്രഹിച്ച എല്ലാവരുടെയും കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റി. സോ ഐ എം സോ ഗ്രേറ്റ്ഫുൾ. ഇനിയിപ്പോ അതർ ലാംഗ്വേജ് ഒക്കെയാണ്, സ്റ്റിൽ ഇതെല്ലാം നടക്കും. എനിക്ക് അങ്ങനെയല്ല, എല്ലാവരും കൂടെ. അല്ലെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മൺമറഞ്ഞു പോയ ഒരുപാട് പേരുണ്ടല്ലോ. എനിക്ക് ഇന്നസെന്റ് ഏട്ടന്റെ കൂടെ വർക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. ജഗതി ചേട്ടൻ ഇപ്പൊ വർക്കിംഗ് ആണ്. സ്റ്റിൽ നമുക്കൊരു ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കുതിരവട്ടം പപ്പു, അപ്പൊ ഒടുവിലാൻ, ഇവരുടെയൊക്കെ കൂടെ ഒന്ന് സിനിമ ചെയ്യണമെന്നുണ്ടായിരുന്നു. മുരളിച്ചേട്ടൻ. അപ്പൊ അതൊന്നും പറ്റിയില്ല. അപ്പൊ അത് എന്തോ അതൊക്കെയാണ് എന്റെ മിസ്സായ ഒരു ഇത്. ബാക്കി എല്ലാവരും കൂടെ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇഫ് നോട്ട് എ ഡയറക്ടർ എന്തായിരുന്നേനും? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഐ വാസ്. ആൻഡ് ദെൻ സിനിമ ചെയ്തില്ലെങ്കിൽ ഞാൻ ആ പണി തന്നെ തുടർന്നു, നോ ഡൗട്ട്. ഓക്കെ. ഷൂട്ടിങ്ങിന്റെ സമയത്തുള്ള ഒരു ഗോ ടു ഫുഡ് എന്താണ്? യുവർ ഫേവറേറ്റ് ഫുഡ് ഡ്യൂറിങ് ഷൂട്ടിംഗ്? ഞാൻ ആക്ച്വലി ഫുഡിയേ അല്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം. എനിക്ക് എന്ത് കൊണ്ട് തന്നാലും നമ്മൾ കഴിക്കും. അപ്പോ അങ്ങനെ ഫുഡൊന്നും ഞാൻ ഭയങ്കര ഫുഡിയല്ല, ഒട്ടും ഫുഡിയല്ല. സോ എന്ത് തരുന്നോ കഴിക്കും. ഐ എം സോ ഓക്കെ വിത്ത് എനിത്തിങ്. മധുരം ഭയങ്കര സ്വീറ്റിന്റെ ആളാണ്. സ്വീറ്റ് ഭയങ്കരമായിട്ട് അടിക്കും. അത് എപ്പോഴാണെങ്കിലും നന്നായിട്ട് ഐസ്ക്രീം എന്തെങ്കിലും വന്നാൽ ഞാനാണ് ടീമിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഭക്ഷണം കഴിച്ച് കഴിയണം, സോ ദാറ്റ് നമുക്ക് സ്വീറ്റ് കഴിക്കാൻ പറ്റും. ഐസ്ക്രീം, ഇത് നല്ല ഐസ്ക്രീമാണ്, ഇത് നല്ല ഐസ്ക്രീം, ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി. പുതിയ ഐസ്ക്രീംസ് അതിന്റെ ആണ്.
ഓക്കെ. പിന്നെ ഒരു ആക്ടറാണ്, ഡയറക്ടറാണ്, മ്യൂസിക്കില് കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ ലൈക്ക് ഒരു സീക്രട്ട് ടാലന്റ് എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയാനുള്ളത്? ആർക്കും അറിയാതെ അങ്ങനെ ഒരു ടാലന്റ് കൂടി എനിക്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സംഭവം. ഇല്ല, അങ്ങനെ ഒന്നുമില്ല. ഇപ്പോ ഞാൻ ഡാൻസും കളിക്കുമായിരുന്നു കോളേജിലും ഓക്കെ. ഇവിടെയൊക്കെ. അപ്പൊ എനിക്ക് ഓക്കെ. ബേസിക്കലി അങ്ങനെ സീക്രട്ട് ഇല്ല. എല്ലാം എക്സ്പോസ് ചെയ്യുന്ന എന്റെ എല്ലാ ടാലന്റ്സും ഞാൻ ഓൾറെഡി ഇതുവരെയുള്ളതിൽ എക്സ്പോസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എനിക്ക് സീക്രട്ട് ടാലന്റ് ഇല്ല. നോക്കാം. ഇത് എന്റെ ആഗ്രഹം ഇത്രേ ഉള്ളൂ. ഈ ടാലന്റ്സ് എല്ലാം വെച്ച് എനിക്കൊരു പാട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സിനിമയിൽ നിന്നല്ല, ഇനിയും. ബിക്കോസ് ഞാൻ പണ്ട് ചെയ്തോണ്ടിരുന്നല്ലേ. ഇപ്പൊ പാട്ടുകളൊന്നും നമുക്ക് അതിനുള്ള സമയം കിട്ടുന്നില്ല. ഇപ്പൊ സിനിമയല്ലേ. അപ്പൊ അത് ചെയ്യണം എന്നുണ്ട്. നമുക്ക് ഡാൻസ് കളിക്കണം എന്നുണ്ട്. ഇത് ഗ്രൂപ്പ് ഡാൻസ്. അതിന്റെ കൂടെ അപ്പൊ അങ്ങനെയൊക്കെ. ബിക്കോസ് ഞങ്ങള് ഡാൻസ് ഇവന്റ്സിനൊക്കെ പോവായിരുന്നു. ഈ പറഞ്ഞ NIT ഇതിലിങ്ങനെ കുറെ സ്ഥലത്ത് ഞങ്ങൾ കോളേജിനെ റെപ്രസെന്റ് ചെയ്ത് കുറെ സ്ഥലത്ത് പോയി ഞങ്ങൾക്ക് സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ അങ്ങനത്തെ ഓക്കെ. ഇവന്റ്സിനൊക്കെ ഞാനും പോകണം എന്ന് ആണല്ലേ. ഓ ഓക്കെ. നൈസ് നൈസ്. അതെ. ഞാനും എന്റെ കോളേജ് ഡാൻസ് ക്രൂവിലുണ്ട്. പിന്നെ ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. എന്റെ വൈഫും ചേച്ചിയൊക്കെ ഭയങ്കര നന്നായിട്ട് ഡാൻസ് കളി. അപ്പൊ ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഓക്കെ. ഇവരൊക്കെ ഡാൻസ് കണ്ട് എൻജോയ് ചെയ്യല പരിപാടി. നമ്മൾക്കിപ്പോ ഇല്ലല്ലോ, ഇങ്ങനെ ഇവന്റ് ഇല്ല, പ്രാക്ടീസ് ഇല്ല. സോ അതിനു വേണ്ടി നമുക്ക് അങ്ങനെയൊക്കെ ഒരു ഇവന്റ് ഇപ്പൊ സിനിമയിൽ അങ്ങനത്തെ പരിപാടി, ഐ മീൻ എന്റെ ഫീൽഡിലല്ലോ, ഡയറക്ടർ അല്ലേ. അപ്പൊ നമ്മളിങ്ങനെ ഇങ്ങനെ ഇരിക്കുകയല്ലേ. പക്ഷെ നേരെ മറിച്ച് നമ്മൾ അതെ. ഓഫീസിൽ വർക്ക് ചെയ്യാണ്. സോ ഐ മിസ് ഓൾ ദോസ് തിങ്സ്. കോളേജ് ആണെങ്കിലും ഓഫീസ് ആണെങ്കിലും അവിടേക്ക് ടെക്നോ പാർക്കിലൊക്കെ ആണെങ്കിൽ ടെക് ബ്രേക്ക് എന്നൊക്കെ പറഞ്ഞ ഇവന്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് നമ്മുടെ കമ്പനീനെ റെപ്രസെന്റ് ചെയ്ത് ഡാൻസ്, എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ നമുക്ക് എപ്പോഴും ആ വിന്നിംഗ് മൊമെന്റ് അല്ലെങ്കിൽ അതിന് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കിക്കാണ്. സോ ദാറ്റ് ഇസ് സംതിങ് ഐ മിസ് നൗ ഡേയ്സ്. ഓക്കെ. ഷൂട്ടൊന്നും ഇല്ലാത്ത ഒരു ലേസി ഡേ ഉണ്ടെങ്കിൽ അന്ന് എന്തായിരിക്കും ചെയ്യാൻ ആഗ്രഹം? എന്റെ ലേസി ഡേ, ലേസി മൊമെന്റ്സ് എപ്പോഴും ഞാൻ എൻജോയ് ചെയ്യുന്നത് വീട്ടിലെ സോഫയിൽ വന്ന് കിടക്കുക. എനിക്ക് ഓക്കെ. ചുമ്മാ കിടക്കുക. ഞാൻ ഭയങ്കര മടിയനാണ്, അത് എനിക്കറിയാം. എന്റെ ഭയങ്കര മടിയനാണ്. സോ ഞാൻ എന്റെ ലേസി മൊമെന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ. ഷൂട്ടില്ലാത്ത സമയം എന്ന് പറഞ്ഞാൽ ഇത് തന്നെ പണി. എനിക്ക് തോന്നുന്നു എന്റെ ക്രിയേറ്റിവിറ്റി മൊത്തം കിടന്ന് ഉറങ്ങി കഴിയുമ്പോഴാണ് വരുന്നത്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. ഓക്കെ. അപ്പോ ഉറങ്ങി എണീക്കുമ്പോ ആ ഒരു എനർജിയിലാണ് എല്ലാം കൊണ്ടുവരുന്നത്. അത് പറഞ്ഞാണ് ഞാൻ ഉറങ്ങുന്നത്, അറിയില്ല. അപ്പൊ ആസ് ഓക്കെ. ഓഫ് നൗ ഐ എം എൻജോയിങ് ദോസ് മൊമെന്റ്സ്. ഓക്കെ. എ മൊമെന്റ് ദാറ്റ് മെയ്ഡ് യു ഫീൽ പ്രൗഡ് ആസ് എ ഡയറക്ടർ. ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്, എന്നാലും ഇല്ല, ആ ഒരു എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന. അല്ല, എനിക്ക് എന്റെ ഫസ്റ്റ് ഫിലിം തിയേറ്ററിൽ ഇറങ്ങി. ഫസ്റ്റ് ഫിലിം ലാസ്റ്റ് പേരെഴുതി കാണിക്കുമ്പോൾ കൈയടിക്കുന്ന ആ മൊമെന്റ് ആണ് എന്റെ ഏറ്റവും സ്പെഷ്യൽ മൊമെന്റ്. കാരണം ഞാൻ വിശ്വസിക്കുന്നു സിനിമ ഇറങ്ങി തിയേറ്ററിൽ പേര് വരുന്നത് വരെ ഒരു സ്ക്രീനിലെങ്കിൽ ഒരു സ്ക്രീനിൽ വരുമ്പോഴേ അയാളെ സംവിധായകനാവത്തുള്ളൂ. അപ്പൊ ദാറ്റ് വാസ് മൈ ഫസ്റ്റ് മൊമെന്റ് ആസ് എ ഡയറക്ടർ. ആൻഡ് അവിടെ തന്നെ എനിക്ക് ക്ലാപ്സും എന്നെ, ഞാൻ പറഞ്ഞില്ലേ, ഐ വാസ് ഓൺ ദ എയർ. സോ അതെല്ലാം ഞാൻ എന്താ ചെറിഷ് ചെയ്യുന്ന മൊമെന്റ്സ് ആണ്. ബാക്കിയെല്ലാം സെക്കൻഡ്. ക്യൂനാണ് ആ ഒരു ഇമോഷൻ. ഓക്കെ. ആൻഡ് കമ്മിങ് ടു ദ എൻഡ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആണ്. അതേപോലെ തന്നെ ആ ഒരു ട്രാൻസിഷനും ആ ഒരു ജേർണിയും എല്ലാം പറഞ്ഞു. സോ അതേപോലെ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്ന, ഈ ഒരു ഫീൽഡിലേക്ക് വരണം, വേറെ എവിടെയോ എത്തി നിൽക്കുന്ന, ഇങ്ങോട്ട് വരണം എന്നുള്ള ഒരാൾക്ക് ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കണം എന്നുണ്ടെങ്കിൽ വാട്ട് വിൽ ബി ദാറ്റ് മെസ്സേജ് യു വുഡ് ലൈക്ക് ടു ഗിവ് ദം? ആ ഒരു സംഭവം. അല്ല, മെസ്സേജ് എന്ന് പറഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോ ഞാൻ അങ്ങനെ ആരുടെയും ഇന്റർവ്യൂസ് ഒന്നും കാണാറൊന്നുമില്ല. അപ്പോ ഐ മീൻ നമ്മള് റീൽസ് സ്ക്രോൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും കണ്ടാൽ മാത്രമേ ഉള്ളൂ. കാര്യം എനിക്ക് ആകെ തോന്നുന്ന പോയിന്റ് ഇത്രേ ഉള്ളൂ. ഇപ്പോ നമ്മുടെ ആരുടെയും ഇന്റർവ്യൂസ് കണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇത് കൊണ്ടോ അല്ല, നമ്മൾ അതിനു വേണ്ടി റെഡി ആവുക. നമ്മള് ബേസിക്കലി നമ്മുടെ ആഗ്രഹം എന്താന്നുള്ളത് ആകെ ഒരു ലൈഫല്ലേ ഉള്ളൂ. ആ ലൈഫിൽ ഇപ്പൊ ഇങ്ങനെ ആഗ്രഹിച്ചു ഇപ്പൊ ഫിലിം ചെയ്യണം എന്നുണ്ടെങ്കിലും, പക്ഷെ എനിക്കൊരു എങ്ങനെയോ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് വർക്ക്ഡ്. ഐ ഡോണ്ട് നോ ഇഫ് ദാറ്റ് വിൽ വർക്ക് ഫോർ ഓൾ യു ഗൈസ്. ലൈക്ക് എനിക്ക് ക്ലിയർ ആയിരുന്നു, സിനിമയായിരുന്നു എന്റെ പാഷൻ. ഈവൻ ഫ്രം സ്കൂൾ ഡേയ്സ്, കോളേജ്. ബിക്കോസ് സിനിമ ആസ് ഇൻ ആക്ടിങ് എന്നൊക്കെ പറഞ്ഞാണ് നടന്നിരുന്നത്. പിന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഓക്കെ അതിനു വേണ്ടി മ്യൂസിക് ചെയ്തപ്പോ ഓക്കെ ഈ ടാലന്റും ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഈ പറഞ്ഞ പോലെ സിനിമ ഡയറക്ട് ചെയ്തപ്പോഴാണ് ഓക്കെ ദിസ് ഇസ് മൈ തിങ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അവിടെയാണ് നമ്മുടെ പാഷൻ എങ്കിൽ, അല്ലെങ്കിൽ എന്ത് ആയിക്കോട്ടെ, ഇപ്പൊ ഡാൻസ് ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, അത് അച്ചീവ് ചെയ്യണമെങ്കിൽ ആദ്യമേ നമുക്കൊരു, ഇപ്പൊ ഞാൻ ചെയ്തത് എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു. അപ്പോ ഞാൻ കോളേജിൽ പഠിച്ച 4 വർഷം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഭയങ്കര പഠിപ്പിച്ചൊന്നുമില്ല. ബട്ട് സ്റ്റിൽ പരീക്ഷയുടെ തലേദിവസം പഠിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പഠിച്ച് എഞ്ചിനീയറിംഗ് ഡിഗ്രി മേടിക്കാൻ ഞാൻ വീട്ടിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരുന്ന ഇതാണ്, എഞ്ചിനീയറിംഗ് ഡിഗ്രി മേടിക്കുക, അത് കഴിഞ്ഞ് നീ എന്തെങ്കിലും ചെയ്യുന്നു. പക്ഷെ നമുക്കറിയാം അത് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജോലിക്ക് പോകണം. അപ്പൊ ജോലിക്ക് പോയി
ഞാൻ ഒരു 6 years വർക്ക് ചെയ്ത് അതിന്റെ പാരൽ 5 days ആയിരുന്നു വർക്ക്. അപ്പൊ നമുക്ക് ഫിനാൻഷ്യലി ഓൾസോ നമ്മൾ സ്റ്റേബിൾ ആയി. നമുക്ക് ആ മൊമെന്റ് നമ്മൾ അച്ചീവ് ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുക എന്ന് പറഞ്ഞാൽ ആസ് ഇൻ അങ്ങനെ ഇൻഡിപെൻഡന്റ് അല്ല, അറ്റ്ലീസ്റ്റ് എനിക്കൊരു 1 year അല്ലെങ്കിൽ 2 years എനിക്ക് എന്റെ കല്യാണം നടത്താനും എന്റെ കാര്യങ്ങൾ ഒരു കൊല്ലം ഞാൻ സിനിമയിലേക്ക് വല്ലതും പോയാലും ഫിനാൻഷ്യൽ എനിക്ക് എന്റെ ക്രിയേറ്റിവിറ്റീനെ ബാധിക്കരുത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എക്വിപ്ഡ് ആവുക. അപ്പൊ അതിനുവേണ്ടി ഞാനൊരു 6 years സിനിമയും വിട്ടില്ല, വീക്കെൻഡ്സ് പോയി ഷോർട്ട് ഫിലിംസ് ചെയ്യായിരുന്നു, സാറ്റർഡേ സൺഡേ. സോ ഫുൾ ഓൺ അത് പ്ലാൻ ചെയ്ത് നടന്നതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇന്നിപ്പോ ഞാനിവിടെ സിനിമ ചെയ്യാൻ പറ്റുന്നത്. ബിക്കോസ് അന്ന് ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് എനിക്ക് ഒരു 2 years ബ്രേക്ക് എടുക്കാൻ, റിസ്ക് എടുക്കാന്നുള്ളത്. അത് ഗവൺമെന്റ് ജോലിയാണെങ്കിൽ നമ്മൾ ലീവ് എടുത്തിട്ട് പോവാന്ന് പറയില്ലേ, ബട്ട് സ്റ്റിൽ അതേപോലെ നമ്മൾ പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്ത് ഒരു 2 years നമ്മൾ കണ്ടുപിടിച്ചു. ഞാൻ ഓക്കെ, ദിസ് ഇസ് ദ ബ്രേക്ക് ദാറ്റ് ഐ എം ടേക്കിംഗ് ഫോർ മൈ ലൈഫ് ആൻഡ് ദിസ് ഇസ് ദ റിസ്ക് ദാറ്റ് ഐ എം ടേക്കിംഗ്. ഈ 2 വർഷം കൊണ്ട് എന്താന്ന് വെച്ചാൽ ഡിജോ ചെയ്തു, അത് ഞാൻ തന്നെ എന്റെ മനസ്സിനെ പ്രിപ്പയർ ചെയ്തു. ബിക്കോസ് യു ആർ എക്വിപ്ഡ്, പൈസ ഉണ്ട്, വലിയ കുഴപ്പമില്ല, വലിയ പൈസ ഒന്നും കേട്ടോ. പക്ഷേ ഈ 2 വർഷം മൂവ് ചെയ്യാൻ ആരുടെ അടുത്തും കടം ചോദിക്കേണ്ട, വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാതെ, വീട്ടുകാർ ഓക്കെ നീ എന്താ വെച്ചാൽ ചെയ്തോ എന്ന് പറയുന്ന ആ 2 years ആണ് ഞാൻ ക്വീൻ ഉണ്ടാക്കിയത്. ആ 2 yearsലാണ് ഞാൻ മനസ്സിലാക്കിയത് എനിക്കൊരു ആർട്ടിസ്റ്റിന് ഡേറ്റ് കിട്ടില്ല. ഓക്കെ, സോ ഐ ഹാവ് ടു ഡു സംതിങ് വിത്ത് ദ യങ്സ്റ്റേഴ്സ്. അപ്പൊ ആ 2 years ആണ് നമ്മുടെ ഡിസിഷൻ പോയിന്റ്. പക്ഷെ ആ 2 years ആവാൻ അതിന് മുന്നത്തെ എന്റെ 26 years ആണ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഞാൻ അതാ പറഞ്ഞ, ജോലി മേടിക്കുക, ജോലിയല്ല, ഫിനാൻഷ്യലി യു ഷുഡ് ബി സേഫ്. അതല്ലാതെ കളിക്കാൻ നിന്നാ, എനിക്കറിയില്ല, അങ്ങനെ സക്സസ്ഫുൾ ആയവരുണ്ട് കേട്ടോ ഒരുപാട്. പക്ഷെ അതിനെക്കാട്ടും കൂടുതൽ കുറച്ചും കൂടെ ഒന്ന് പ്ലാൻ ചെയ്യാൻ പറ്റിയ ഭയങ്കര ഗുണമാണ്. നിങ്ങളുടെ പാഷൻ നിങ്ങൾക്ക് സിംപിളി അച്ചീവ് ചെയ്യാൻ പറ്റും, എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് റിവേർട്ട് ചെയ്യും. ഇപ്പൊ ഞാൻ എന്റെ ക്വീൻ ഇറങ്ങിയതിനു ശേഷവും എന്റെ പ്ലാൻ സിമ്പിൾ ആയിരുന്നു. ഐ ഹാഡ് തിരിച്ച് എന്റെ കമ്പനി തന്നെ വിളിച്ചു ആഫ്റ്റർ ക്വീൻ സക്സസ് ആൻഡ് തിങ്. ദേ കോൾ മീ ബാക്ക് സെയിങ് തിരിച്ചു വാ, ബിക്കോസ് ഞാൻ പ്രിൻസിപ്പൽ സോഫ്റ്റ്വെയർ ആർക്കിടെക്ട്, ഓൾമോസ്റ്റ് ലൈക്ക് ആൻ ആർക്കിടെക്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ഡിജോ യു കം ഡൗൺ ബിക്കോസ് വി ആർ വെയിറ്റിംഗ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ ഞാനൊരു ഡിസിഷൻ എടുത്തു, ഇല്ല, സിനിമ ഇവിടെയാണ് ഞാൻ വർക്ക് ചെയ്യേണ്ടത്. കറക്റ്റ്. ഒരുപാട് പ്ലാനിങ്ങും പാഷനും അതിനുവേണ്ടി എടുത്ത കുറെ ഹാർഡ് വർക്കും പിന്നെ റിസ്കിന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. അതെല്ലാം ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ബിഗ് സ്ക്രീനിൽ കാണാൻ കിട്ടുന്ന ഓരോ സിനിമകളും എന്ന് മനസ്സിലായി. സോ താങ്ക് യു ഫോർ ജോയിനിങ് അസ്, താങ്ക് യു ഫോർ ടേക്കിംഗ് ടൈം. ഒരുപാട് പേർക്ക് ഫസ്റ്റ് ആ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തതുപോലെ തന്നെ ഐ എം സോ ഹാപ്പി ദാറ്റ് എനിക്കും ഇന്ന് എന്റെ ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റിയിൽ ഐ ഹാഡ് യു ഹിയർ ആസ് മൈ ഗസ്റ്റ്. ആൻഡ് yeah, so thank you so much. We wish you all the best for your upcoming movies. We all are waiting. So yeah, thank you Pooja and thank you team. Thank you. See you. Excuse me. ഏതൊരു ലൈവ് ഇന്ററാക്ഷൻ നടന്നാലും ആസ് എ ഹോസ്റ്റ് ഐ യൂസ് ടു സേ ഇറ്റ് വാസ് എ ഫാന്റാസ്റ്റിക് ഇന്റർവ്യൂ. ബട്ട് ഇന്ന് ഞാൻ എന്റെ വാക്കുകളിലോട് പൂർണ്ണമായി നീതി പുലർത്താണ്, ബിക്കോസ് ഇറ്റ് വാസ് റിയലി അമേസിംഗ്. എ പെർഫെക്റ്റ് കോംബോ ഓഫ് എൻഗേജിംഗ് ക്വസ്റ്റ്യൻസ് ആൻഡ് ജെന്യൂൻ ആൻസേഴ്സ്. And thank you, Dijo sir, for being with us today. All the very best for your next project. Thank you all. Pooja, thank you so much. You are really a kind, soft-hearted and addipoli person. Idu veru oru thodakavate. All the very best. And this is E Talk signing off. Turn on tuning. okay.